ഭാര്യ വാക്ക് പറഞ്ഞാ വാക്കാന്ന് എനിക്ക് അറിയാമേലേ. അത് ഇത്രയും നാളത്തെ സംസർഗം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടേ. ആദ്യം രാമകൃഷ്ണനെ താൻ കുറെ കൊതിപ്പിച്ചു. എന്നിട്ട് അവനിട്ട് എന്നതേലും കിട്ടിയോ? എവിടെ കിട്ടിയതോ? ഭാര്യയുടെ തല്ല്. എന്ന് വെച്ച് ജെയിംസ് ഒരിക്കലും രാമകൃഷ്ണൻ ആവില്ല മോളെ. അപ്പവും ആവില്ല. അഭിനയം മതി. വാ, വന്ന് വണ്ടിയിലോട്ട് കയറ്. അപ്പുവുമായി കല്യാണം കഴിഞ്ഞാ പിന്നെ താൻ പറയുന്ന പോലെ കാര്യങ്ങൾ എളുപ്പമാവില്ല. പിന്നെ തന്നെ കാണാൻ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അംഗം തുടങ്ങുന്നതിന് മുമ്പുള്ള കച്ചമുറുക്കലായതിനെ കണ്ടാ മതി. ഇത്തരം കാര്യങ്ങളിൽ ഒരാളുടെ താല്പര്യം മാത്രം നോക്കിയാ പോരാ, രണ്ടാൾക്കും പൂർണ്ണ മനസ്സുണ്ടാവണം. അത് ശരി. അപ്പൊ ആര്യക്ക് എന്നോടൊപ്പം വരാൻ മനസ്സില്ലാന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്നതാണാവോ പറഞ്ഞത്? ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, അത്ര തന്നെ. ഈ പ്രോഗ്രാം അച്ഛൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റ്. നമുക്ക് രണ്ടാൾക്കും സ്വീകാര്യമായ ഒരു ദിവസത്തേക്ക്. അങ്ങനെ ഒരു ദിവസം അടുത്ത ഓണത്തിനോ ക്രിസ്മസിനോ എങ്ങാനും ഉണ്ടാവോ? എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു മാറ്റിയിട്ട് എനിക്കിട്ട് തന്നെ വേല വയ്ക്കുന്നോ? നടക്കില്ല മോളെ. കാശ് തന്നത് ഈ അച്ചായനാണെങ്കിൽ അത് മുതലാക്കാനും എനിക്കറിയാം. എന്നാ നിങ്ങൾ മുതലാക്ക്, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും. മാന്യമായിട്ടാണെങ്കിൽ തിരിച്ചും മാന്യത തരും. ഇല്ലെങ്കിൽ ആര്യ അച്ചായ ശരിക്കും അറിയും. ഇനി എന്നാ അറിയാനാടി? ഒരു പാവം പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് കല്യാണപ്പുടവാണിയാൻ പോവുകയല്ലയോ നീ? അതിനപ്പുറം നിന്നെ അറിയാൻ ഇനി ഒന്നുമില്ലടി. ആണല്ലോ. എന്നാ അത്ര അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്നാ പൊക്കോട്ടെ. പൊയ്ക്കോ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ഉറപ്പ് തരണം. എന്റെ കയ്യിൽ നിന്ന് നാണമില്ലാതെ എണ്ണി വാങ്ങിയ പണം എപ്പോ തിരിച്ചു തരുമെന്നുള്ള ഉറപ്പ്. ഏതായാലും ദരിദ്രവാസിയായ നിനക്കത് ഇപ്പൊ തരാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. കൃത്യമായൊരു ഡേറ്റ് പറ, ഞാനത് ഈടാക്കിക്കൊള്ളാം. തൽക്കാലം ഉടനെ വാങ്ങിയ പണം മടക്കി കിട്ടില്ല. പണം മടക്കി കിട്ടില്ലേ? ഇല്ല, കിട്ടില്ല. എന്റെ പണം അടിച്ചു മാറ്റിയിട്ട് ഈ നാട്ടില് സുഖമായിട്ട് ജീവിക്കാന്നാണോ നീ വിചാരിക്കുന്നേ? അതെ, ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. തന്റെ മുന്നിൽ കൂടെ തേരാപ്പര നടക്കുകയും ചെയ്യും. താൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. വെല്ലുവിളിക്കാന്നോ? എങ്ങനെയും കരുതാം. ബോംബെയിലും കേരളത്തിലും ഒരുപാട് ദാതന്മാരെ ഞാൻ കണ്ടതാ. ഇനി കോട്ടയത്തുകാരൻ അച്ചായനോട് നേർക്കുനേരം മത്സരിക്കണമെങ്കിൽ അതിനും തയ്യാർ. ഇപ്പൊ ഞാൻ തൽക്കാലം പൊയ്ക്കോട്ടെ. ഏതായാലും തന്ന നക്കാപ്പിച്ച താൻ തിരികെ ആവശ്യപ്പെട്ടില്ലേ, അത് ഇനിയൊരു ബാധ്യതയായി കൂടെ കൊണ്ട് നടക്കുന്നില്ല. തന്ന പണം തിരിച്ചു തരും, ഇന്ന് തന്നെ. വീട്ടിൽ തന്നെ കൊണ്ടുതരാം. തന്നെ പേടിച്ചിട്ടല്ല. ഒരു നാറിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമായോണ്ട് അത് കയ്യിൽ വെച്ചാ എന്റെ കയ്യിൽ നാറും. നീയല്ല, നിന്റെ അപ്പാപ്പനും കൊണ്ടുതരും. കളിയേ ഈ ജെയിംസിനോട് വേണ്ട. നിങ്ങൾ രണ്ടാളും ഡിവോഴ്സിന് വില്ലിംഗ് ആണല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതറിയാം. പക്ഷേ അമ്മൂമ്മളുടെ കാര്യം. അമ്മൂമ്മളുടെ കാര്യം എന്താ? കുട്ടി 5-6 വർഷമായിട്ട് ഡോക്ടറെ കൂടാണ് താമസം. ഇനിയും അവൾ അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അത് കുട്ടിയും കോടതി സമ്മതിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ? മറ്റൊന്നും കൊണ്ടല്ല സാമൂൽ. ഗായത്രി എന്നോട് ഒരുപാട് വെല്ലുവിളി നടത്തി, പലവട്ടം. ഒക്കെ അമ്മൂന് വേണ്ടിയിട്ടാ. എന്തെങ്കിലും മുന്നിൽ കാണാതെ അവൾ അങ്ങനെ ചലഞ്ച് ചെയ്യില്ല. അനുകൂല സാഹചര്യങ്ങളൊന്നുമില്ലാതെ ചലഞ്ച് ചെയ്തിട്ട് എന്ത് പ്രയോജനം ഡോക്ടറെ? ഡിവോഴ്സിന് വേണ്ടി വന്നവൾ അത് നേടിയെടുത്തിട്ട് തിരികെ പോന്നു. അത്രയും ചിന്തിച്ചാൽ മതി. താൻ തരുന്ന ആത്മവിശ്വാസം ആശ്വാസമായി കരുതി ഞാൻ പോവാ. ധൈര്യമായിട്ട് പൊയ്ക്കോ. കേസ് കഴിയുമ്പോൾ തൻ്റെതായതൊന്നും തനിക്ക് നഷ്ടപ്പെട്ടില്ല. ഒരു വലിയ തലവേദന ഒഴിഞ്ഞു പോകുന്നല്ലാതെ. കാണാം.
ഈ നാട്ടിൽ വന്നപ്പോ പള്ളിക്ക തറവാട് പോലൊരു വീട്ടിൽ പോയി കഴിയാതെ എന്റെ ഒപ്പം വേണ്ടേടി താമസിക്കാൻ. അതെന്താ അലീസേച്ചി പള്ളിക്കൽ തറവാടിനൊരു കുഴപ്പം? വന്നിട്ട് കുറെ ദിവസമായില്ലേ, എന്നിട്ട് നിനക്കത് മനസ്സിലായില്ല? ആ വീട്ടിലുള്ള ഒരൊറ്റ എണ്ണത്തിന്റെ സ്വഭാവം ശരിയല്ല. ഇവിടെ ഒരാളുണ്ട്, ആ രാമകൃഷ്ണനായിട്ടെ വലിയ അടുപ്പാ. കമ്പനി കൂടരുതെന്ന് പറഞ്ഞാലും കേക്കില്ല. ആ, നീ അപ്പുവായിട്ട് ബോംബെയിൽ ഒരുമിച്ചുണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അവന് ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു, കുറച്ച് പണം ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നിട്ട് കൊടുത്തോ? ഇച്ചായനല്ലേ ആള്. നെല്ലും പതിരും വേർതിരിച്ചിട്ടേ അങ്ങേര് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കൂ. ആ അത് ശരിയാ. ഏ, അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ചേച്ചിയുടെ അല്ലേ ആള്, അപ്പൊ അങ്ങനെ അല്ലാതിരിക്കോ? ഒന്ന് പോടി. അല്ല കുഞ്ഞുമോളെ, നീ എന്തിനാ അപ്പുനെ തേടി വന്നെന്ന് പറഞ്ഞില്ലല്ലോ? എനിക്കും അയാള് കുറച്ചേറെ പണം തരാനുണ്ട്. ആ അത് ശരി. എന്നാൽ ഇനി ആ പണം കിട്ടിയത് തന്നെ. മേടിക്കാൻ എനിക്കറിയാം ചേച്ചി. പണം കിട്ടിയില്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വിധത്തിൽ ഞാൻ ഈടാക്കും. സൂക്ഷിക്കണം, വിശ്വസിക്കാൻ കൊള്ളാത്ത ഇനങ്ങളാ. പണം ഉണ്ടാക്കാനായി സ്വന്തം ഭാര്യയെ പരസ്യ കമ്പനി വരെ പറഞ്ഞയച്ചവനായി അപ്പു. പാവം കൊച്ച്. കല്യാണം കഴിഞ്ഞ ശേഷം ആ കൊച്ചൊന്ന് ചിരിച്ചു കണ്ടിട്ടില്ലെന്നാ ഇച്ചായും പറയുന്നത്. ആ, നീ ആ കൊച്ചിനോട് മിണ്ടേം പറയുന്നു ചെയ്തില്ലേ മോളെ? പിന്നെ എന്നെ മായക്ക് വലിയ ഇഷ്ടാ. അതിന്റെ ആങ്ങളെന്ന് പറയുന്ന ഒരുത്തനുണ്ട്, വേണു. അവൻ ഒറ്റ ഒരുത്തനാ ആ കൊച്ചിന്റെയും കൂടി ജീവിതം തൊലച്ചത്. വേണുവിനെ ചേച്ചിക്കറിയോ? ഹ, അറിയോന്ന്. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട് അവൻ മറ്റൊരുത്തിയായിട്ട് വന്ന് വെപ്പും കുടിയും തുടങ്ങിയതേ ദേ അപ്പുറത്തെ വീട്ടിലാ. ഹ, തൊട്ടടുത്ത വീട്ടില്. അപ്പോ ആലിസേച്ചിക്ക് അവരുമായിട്ട് നല്ല അടുപ്പമുണ്ടാവുമല്ലോ. അയാളുടെ കഥകളൊന്നും അറിയാത്തോണ്ട് അവര് ഭാര്യയും ഭർത്താവും എന്നാ ഞാൻ വിചാരിച്ചേ. അവസാനം കാര്യത്തോടടുത്തപ്പോഴല്ലേ അയാൾക്ക് മൃദുല എന്ന ഒറിജിനൽ ഭാര്യയും അതിന് 2 മക്കളും ഉണ്ടെന്നറിയുന്നത്. അതീ പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, ഇച്ചായനെ അങ്ങോട്ട് വിട്ടിട്ടില്ല. ഇച്ചായൻ അങ്ങനെ അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്ന പ്രകൃതക്കാരനല്ല. എന്നാലും നമ്മള് സൂക്ഷിക്കണം. എപ്പോഴാ കൈവിട്ട് പോകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ അതെ. ആ, മോളെന്നെ ജെയിംസ് അച്ചായനെ കണ്ടിട്ടില്ലല്ലോ. ഓ, ഒന്ന് കാണേണ്ടത് തന്നെയാ. കണ്ടു കഴിഞ്ഞാ ആദ്യം കാണുകയാണെന്ന് തോന്നില്ല. വായൊഴിയാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഒരു വിടുവായൻ. ദേ അച്ചായൻ കേക്കണ്ട. അച്ചായൻ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തോളും. നിനക്ക് പറ്റിയ കമ്പനിയാ കക്ഷി. ദോഷം പറയരുതല്ലോ. ഇന്നലെ പരിചയപ്പെട്ടവരോട് പോലും വലിയ സ്നേഹമാ. ഹോ ജീസസ്, 101 ആയുസാ. പറഞ്ഞു നാക്കെടുത്തില്ല. ദേ ആളെത്തി. മോൾ ഇവിടെ നിക്കണേ, ഞാൻ ദേ വരുന്നു. ഇപ്പൊ വരാവേ. അതെ അതെ, ഇന്നലെ പരിചയപ്പെട്ടവരോടൊക്കെ വലിയ സ്നേഹ. പുരുഷന്മാരോടല്ല, സ്ത്രീകളോട്. ആഹാ, അർജന്റായിട്ട് എവിടെ പോവാനുണ്ട്, വരാൻ കുറച്ച് വൈകുമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ അങ്ങ് എത്തിയല്ലോ. ഹ, ആ ഏലിയാസിന്റെ വീട്ടിലേക്കായിരുന്നു പോയത്. നമ്മുടെ അമേരിക്കക്കാരൻ ഏലിയാസേ. ഞാൻ അവന്റെ വീട്ടിൽ ചെല്ലുമ്പോ ആ കഴുത വീടും പൂട്ടി എങ്ങോട്ടോ പോയിരിക്കുന്നു. എന്തായാലും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, ചന്തയിൽ പോയി കുറച്ച് മട്ടൻ വാങ്ങാന്ന് കരുതി. ദാ ഇതങ്ങോട്ട് പിടിച്ചാട്ടെ. നന്നായി, മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. നിന്റെ ബിരിയാണി 2 ദിവസം മുമ്പ് ഞാൻ കഴിച്ചതല്ലേ ഇവിടെ അലീസേ? ഇതേ ഇച്ചായനല്ല, പിന്നെ ആർക്കാ? നമുക്കിന്നൊരു വിശിഷ്ടാതിഥിയുണ്ട്. അതാരാ ഇപ്പൊ അങ്ങനെ ഒരു VIP? ആരായിരിക്കും? ഇച്ചായൻ തന്നെ പറ. അത് ഏതായാലും മരിച്ചുപോയ നിന്റെ അപ്പച്ചനല്ല, നിന്റെ അമ്മച്ചിയാന്നോടി അലീസേ? അമ്മച്ചിയും അല്ല അപ്പച്ചനും അല്ല. ഇതേ ഇച്ചായൻ പ്രതീക്ഷിക്കാത്ത ഒരാളാ. ആണോ പെണ്ണോ? ഒരു പെണ്ണാ,
ചെറുപ്പക്കാരി. ഏ അയ്യടാ, അപ്പോഴേക്കും മുഖം അങ്ങ് കയറി തെളിഞ്ഞത് കണ്ടില്ലേ? ചെറുപ്പക്കാരി എന്ന് കേൾക്കുമ്പോ എന്റെ മുഖം അങ്ങ് തെളിയാൻ പോവല്ലയോ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. ഞാനൊരു തമാശ പറഞ്ഞതാണ് എന്റെ പൊന്നെ. ചങ്കി കൊള്ളുന്ന തമാശ പറയരുത് എന്റെ ആലീസ്. നിന്റെ അല്ലാതെ മറ്റൊരു മുഖം കണ്ട് ഈ ഇച്ചായന്റെ കണ്ണ് മഞ്ഞളിക്കല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അല്ല, അതിഥി പുതിയ സെർവന്റാ? ഇച്ചായം വന്ന് നോക്കൂന്നേ, സർവന്റ് ആണോ കുക്കാണോന്ന്. വാ. ഉം. ദേ, ഇതാണ് നമ്മുടെ പുതിയ സർവന്റ്. ഈ സർവന്റ് എങ്ങനെയുണ്ട് ചായ? ആലീസ്, പലരും പലതും പറയും. എന്നാലും നിന്റെ ഇച്ചാനെ നിനക്കറിയാലോ. ഇച്ചാൻ എന്തൊക്കെയാ പറയുന്നേ? ആരിപ്പോ ഇവിടെ എന്തു പറഞ്ഞെന്നാ? അത് ഛേ, ആരെ കണ്ടാലും കേറി ഹെഡ് ചെയ്യുന്ന ഇച്ചാൻ എന്തിനാ? നമ്മുടെ സർവന്റിനെ കണ്ടപ്പോ ഒരു പതർച്ച. ഈ ചൈനനെ ആദ്യമായിട്ട് കാണുമല്ലേ, അതിന്റെയാ. ഏ ദേ, മിഴിച്ചു നോക്കണ്ട. ഇവളെ ഇവിടുത്തെ സർവന്റ് ഒന്നുമല്ല. ഇവളാ എന്റെ കുഞ്ഞുമോള്. ഹ, ഞാൻ ഇച്ചനോട് പറഞ്ഞിട്ടില്ലേ, തിരുവല്ലയില് ഞങ്ങളുടെ അയലത്ത് താമസിക്കുന്ന. ഇപ്പൊ ആ, സ്നേഹമുള്ളവർ എന്നെ കുഞ്ഞുമോളെന്ന് വിളിക്കും. പക്ഷെ എന്റെ ഒറിജിനൽ പേര് ആര്യന്നാ. ആര്യ, നല്ല പേരല്ലേ? എനിക്കിഷ്ടപ്പെട്ട പേര് കുഞ്ഞുമോള. ആ ഇച്ചായ, ഞാൻ വേഗം മട്ടൻ ബിരിയാണി ഉണ്ടാക്കട്ടെ. ചേച്ചി, ഞാൻ സഹായിക്കാം. അത് വേണ്ട. എന്റെ പാചകത്തിൽ ആരും പങ്കാളിയാവുന്ന എനിക്കിഷ്ടമല്ല. സ്വാദുള്ള ഭക്ഷണം മുന്നിൽ വെച്ച് തരും. അത് അതിഥികൾ ആസ്വദിച്ച് കഴിക്കും, അല്ലേ ചായ? അതെ അതെ അതെ. എന്നാലേ മൃഗസ്യാന്ന് പറഞ്ഞ് നിക്കാതെ അങ്ങോട്ട് ചെല്ല്. ഹോ, ഒരു പാവ. ഹലോ, വാങ്ങിയ പണം ഉടനെ വേണോ അതോ കുറച്ച് കഴിഞ്ഞ് മതിയോ? ക്യാഷ് ആയിട്ട് വേണോ അതോ ചെക്കായിട്ട് വേണോ? അല്ല, ഉടനെ വേണമെങ്കിൽ തരായിരുന്നു. ഓ, എങ്ങനെ തരുമെന്നാവും? നീ നടന്നോക്ക് അവളോട് പറഞ്ഞോ? ആലീസ് ചേച്ചി എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലാ. അപ്പോ ഒക്കെ വള്ളിപുള്ളി തെറ്റാതെ പറയണ്ടേ? നന്നായി വേർക്കുന്നുണ്ട്. ഫാൻ ഇടണോ? വെറുതെ പല്ലിറുമിയുണ്ട്. പല്ലിന്റെ ഇനാമില് പോകുമെന്നല്ലാതെ മറ്റു പ്രയോജനമൊന്നുമില്ല. എന്റെ ജീവിതം തൊലച്ചേ നീ അടങ്ങത്തുള്ളോ? ഒരുപാട് നിഷ്കളങ്കരായ പെൺകുട്ടികളുടെ ജീവിതം യാതൊരു കുറ്റബോധവും ഇല്ലാതെ തകർത്ത് തരിപ്പണാക്കിയ ആളല്ലേ. അപ്പോ നിങ്ങളുടെ ലീലാവിലാസങ്ങള് ആലീസേച്ചി ഒന്ന് അറിയട്ടേന്നേ.